അപകടത്തിലാണ്. ഈ സമയം നോക്കി അവനെ നമ്മൾ ആക്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മാതൃഭൂമിയെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സിംഗൂർ നന്ദിഗ്രാം സമരത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട പേരുകളിലൊന്ന്, മമതാ ബാനർജിയെ പിന്തുണച്ച പേരുകളൊന്ന് അന്നത്തെ നക്സൽ ബാരികളാണ്. അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി ദേവരാജനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കേരള രാഷ്ട്രീയം 2025 ലോക്കൽ ബോഡി ഇലക്ഷനെ സമീപിക്കുകയാണ്. 2026 കേരള നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2016 ശേഷം 2026 10 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള വലിയൊരു മാറ്റം, ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി കൂടി കേരളത്തിലേക്ക് UDF വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഫോർവേഡ് ബ്ലോക്ക് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബംഗാളിൽ. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് ഇന്ന് കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. കേരള സമൂഹത്തിൽ വേരോടാൻ ശ്രമിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ജി ദേവരാജനാണ്. അദ്ദേഹം ദീർഘകാലം ബംഗാളിൽ ആയിരുന്നുവെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹം മലയാളിയാണ്, കൊല്ലക്കാരനാണ്. അപ്പോൾ ഒരു മലയാളിയായ ഒരാൾ നേരെ ബംഗാളിൽ ചെന്ന് ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി എന്ന് മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഇടതുപക്ഷ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ്, വലിയൊരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ടുണ്ട്. ഇന്ന് ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിലെ UDF വന്നു എന്ന് പറഞ്ഞാൽ അത് വലതുപക്ഷ രാഷ്ട്രീയമാണ്. വളരെ സങ്കീർണമാണ് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി. ഈ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ച്, അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ചുള്ള ചില ചർച്ചകളാണ് അദ്ദേഹമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ജി ദേവരാജൻ, അങ്ങേരെ ഇങ്ങോട്ട് ഞങ്ങൾ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രത്യേകിച്ച് ബംഗാളിൽ വലിയ വേറുള്ള ഒരു സംഘടനയായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ത്രിപുരി സമ്മേളനം, അതായത് ഹരിപുര സമ്മേളനം കഴിഞ്ഞ് ത്രിപുരി സമ്മേളനത്തിലേക്ക് വരുമ്പോഴേ സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത് AICC പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. വലിയൊരു മാറ്റമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് തന്നെ. കാരണം മഹാത്മാഗാന്ധിയുടെ നോമിനിയായിരുന്ന പട്ടാഭി സീതാരാമയ്യരെ തോൽപ്പിച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുന്നത്. മഹാത്മാഗാന്ധി പട്ടാഭി സീതാരാമയ്യരെ നിർത്തിയപ്പോൾ തന്നെ വ്യംഗ്യമായി സൂചന കൊടുത്തു, പട്ടാഭി സീതാരാമയ്യരല്ല മത്സരിക്കുന്നത്, മറിച്ച് ഗാന്ധിയാണ് എന്നുള്ള കാര്യം. പക്ഷേ ഗാന്ധിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പട്ടാഭി സീതാരാമയ്യ തോറ്റുപോയി. സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. അന്നും ഇന്നും ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഗ്ലാമർ ഫിഗർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതും അദ്ദേഹത്തെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ത്രിപുരി സമ്മേളനത്തിൽ ഭൂരിപക്ഷം ആളുകളും നേതാജിയെ തിരഞ്ഞെടുത്തിട്ടും നേതാജിക്ക് സുഗമമായി പ്രവർത്തിക്കാൻ അവസരം നിഷേധിച്ച മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടിനോട് അങ്ങേക്ക് യോജിക്കാൻ പറ്റുമോ? അല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലായ്പ്പോഴും 2 ധാരകളുണ്ടായിരുന്നല്ലോ. ഒന്നൊരു മിതവാദത്തിൻ്റെ ഒരു ധാരയും മറ്റൊന്നൊരു തീവ്രവാദത്തിൻ്റെ ധാരയും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഏകോപിപ്പിക്കുന്നതിൽ ഒരു മാലയിലെ മുത്തുകൾ പോലെ എല്ലാവരും കോർത്തിണക്കി നിർത്തുന്ന കാര്യത്തിൽ മഹാത്മാഗാന്ധിയാണ് വിജയിച്ചത്, ഒരു സംശയവുമില്ല. പക്ഷേ പ്രായോഗികമായി എടുക്കേണ്ട തീരുമാനങ്ങൾ സമയോചിതമായി എടുക്കുന്ന കാര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ അന്ധകരണം അദ്ദേഹത്തെ പലപ്പോഴും പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശത്രു ബ്രിട്ടനെതിരായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ശക്തമായ നിലപാടുകളെ സംബന്ധിച്ചുള്ളതാണ്. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാർഗത്തിലുള്ള വ്യത്യാസം മാത്രമാണ്. ലക്ഷ്യത്തിൽ അവർക്കൊരു അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് സ്വീകരിക്കേണ്ടുന്ന സമരമാർഗത്തിൽ വ്യത്യസ്ത സമീപനം 2 പേർക്കും ഉണ്ടായിരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയെ ആദ്യമായി രാഷ്ട്രപിതാവേ എന്ന് വിളിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നാണ് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി INA എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ബ്രിഗേഡുകൾ ഒന്നൊന്നായി ശ്രേണീകരിക്കപ്പെട്ടപ്പോൾ അത് ആദ്യത്തെ ബ്രിഗേഡിന് ഗാന്ധി ബ്രിഗേഡ് എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. ആ അർത്ഥത്തിലുള്ള ബന്ധം, സൗഹൃദം, ഒരു പിതൃപുത്ര നിർവിശേഷമായ ബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നുള്ളൊരു തർക്കമൊന്നുമില്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വീകരിക്കേണ്ട മാർഗത്തെ സംബന്ധിച്ച് സുഭാഷ് ചന്ദ്രബോസിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റാണ് പരാമർശിക്കപ്പെട്ട ത്രിപുരി സമ്മേളനം.
ത്രിപുരി സമ്മേളനം നടക്കുന്നത് 1939-ലാണ്. 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ത്രിപുരി സമ്മേളനം നടക്കുമ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുകയായിരുന്നു. അപ്പോൾ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ യുദ്ധത്തിൽ ലോകത്തിൻ്റെ എല്ലാ കോണിലും കോളനിയുള്ള ബ്രിട്ടൻ ആ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു കോളനികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശത്രു ഒരു യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വേണം അവനെ ആക്രമിക്കുവാൻ. എങ്കിലവൻ നമ്മുടെ വ്യവസ്ഥകൾക്ക് വിധേയനായി താഴേക്ക് വരും. ഇതായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് കണ്ട രാഷ്ട്രീയം. നമ്മുടെ ശത്രു അപകടത്തിലാണ്, ഈ സമയം നോക്കി അവനെ നമ്മൾ ആക്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മാതൃഭൂമിയെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മഹാത്മാഗാന്ധിക്ക് മറിച്ചൊരഭിപ്രായമായിരുന്നു. ശത്രുവാണെങ്കിലും അവനൊരു അപകടഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഈ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ബ്രിട്ടനെതിരായിട്ടുള്ള സായുധ സമരം നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിർബന്ധിതനാകുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യക്ക് പുറത്തു പോയൊരു സൈന്യമുണ്ടാക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന നാളുകളിൽ ഇന്ത്യക്ക് പുറത്തു പോയി ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി ലോകത്തെവിടെയും കോളനിയുള്ള ബ്രിട്ടനെതിരായി 50,000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ രൂപീകരിക്കുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമോ മനുഷ്യസാധ്യമായ കാര്യമോ അല്ല. അതിൽ സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത്. ആർമി ഉണ്ടാക്കുക മാത്രമല്ല, ഇപ്പം നമ്മൾ കുറേ ആളുകൾ ചേർന്ന് ലക്ഷ്യം എത്ര മഹത്തരമായിക്കൊള്ളട്ടെ, കുറേ ആളുകൾ ചേർന്ന് ഒരു ആയുധമെടുത്ത് ഗവൺമെൻറ്റിനെതിരായി സംഘടിക്കുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഭീകരവാദമെന്നോ തീവ്രവാദമെന്നോ ഒക്കെ പേരിട്ട് വിളിക്കാം. പക്ഷേ അതിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി. എ പ്രൊവിഷണൽ ഗവൺമെൻറ് ഫോർ ഫ്രീ ഇന്ത്യ, ആസാദ് ഹിന്ദ് സർക്കാർ. അദ്ദേഹം പ്രധാനമന്ത്രി, എല്ലാ വകുപ്പുകൾക്കും മന്ത്രിമാരെ ഉണ്ടാക്കി. നാഷണൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കി, കറൻസി ഉണ്ടാക്കി. ആ ഗവൺമെൻറ്റിനെ 9 ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു. ജർമ്മനിയും ഇറ്റലിയും അടക്കം, മഞ്ചൂരിയ അടക്കം 9 രാജ്യങ്ങൾ അംഗീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പണം നൽകിയാൽ, കറൻസി കൊടുത്താൽ ആ രാജ്യങ്ങളുടെ കറൻസി കിട്ടുമായിരുന്നു. INA പട്ടാളക്കാർക്ക് മുഴുവൻ ശമ്പളം കൊടുത്തിരുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സർക്കാരിൻ്റെ കറൻസിയാണ്. ആ അർത്ഥത്തിൽ ഇത്രയും പാരഫെർണിയാലിയേഴ്സോട് കൂടിയിട്ട് ഒരു ഗവൺമെൻറ്, ഒരു സൈന്യമുണ്ടാക്കിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് 1943 ഒക്ടോബർ മാസം 22 ബ്രിട്ടനും അമേരിക്കയ്ക്കുമെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആ യുദ്ധം പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിക്കും, പക്ഷേ ജയിക്കുന്ന ബ്രിട്ടന് ഇന്ത്യ നഷ്ടപ്പെടും. 2, യുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ഉടലെടുക്കാൻ പോകുന്ന പുതിയ സാമ്രാജ്യത്വ ശക്തി ബ്രിട്ടൻ ആയിരിക്കില്ല, അമേരിക്കയായിരിക്കും. അത് ബ്രിട്ടനേക്കാൾ അപകടകാരിയായിരിക്കും. ഈ പ്രവചനപരമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ആ പ്രഖ്യാപനങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി. ജയിച്ച ബ്രിട്ടൻ ഇന്ത്യ മാത്രമല്ല, എല്ലാ കോളനികളും ഉപേക്ഷിച്ച് അവൻ്റെ ദ്വീപിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായി ഇന്ന് 3 ലോക രാജ്യങ്ങൾ മാത്രമല്ല വികസിത രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക മാറുകയും ചെയ്തു. അതൊരു വലിയ പ്രവചനം തന്നെയാണ്. അങ്ങനെ പറയാൻ കഴിയുന്നത് നമ്മുടെ ലോക രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള അഗാധമായ അറിവുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള നേതാവായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2 ധാരകളുണ്ടായിരുന്നു. ഒന്ന് വിപ്ലവത്തിൻ്റെ ധാര, സായുധ കലാപത്തിൻ്റെ ധാര തന്നെ. അത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എത്ര വരും. അപ്പം മഹാത്മാഗാന്ധി സമാധാനത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് സ്വീകരിച്ചത്. അപ്പോൾ അവിടെ മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളും നേതാജിയുടെ ദർശനങ്ങളും വ്യത്യസ്തത പുലർത്തിയിരുന്നതാണ്. അപ്പം ആ വ്യത്യസ്തതയാണോ ഫോർവേഡ് ബ്ലോക്കിനെ ഇടതുപക്ഷത്തിലേക്ക് ആകർഷിച്ചത്, അതായത് ബംഗാളിലെ ഇടതുപക്ഷത്തിലേക്ക് ആകർഷിച്ചത്. ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ ഫോർവേഡ് ബ്ലോക്ക് ഒരു സജീവ കക്ഷിയുമായിരുന്നു. പക്ഷേ ഇന്ന് ബംഗാളിൽ CPM-ന് ഒരു MLA പോലും നിയമസഭയിലില്ല, ഒരു പാർലമെൻറ്റ് അംഗമില്ല. 33 കൊല്ലം ബംഗാൾ ഭരിച്ച ഒരു പാർട്ടിക്കുണ്ടായ അപജയമാണിത്. ഇതൊരു സുപ്രഭാതത്തിലുണ്ടായൊരു അപജയമല്ല, മറിച്ച് അവിടെ നടന്ന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത, ഭീകരപ്രവർത്തനം,
രാഷ്ട്രീയ പ്രവർത്തനത്തെ ഭീഷണിക്ക് ഉപയോഗിക്കപ്പെടുത്തിയ പാർട്ടി കേഡർ ഇതെല്ലാം അതിന് ഉത്തരവാദികളാണ്. അവിടെ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തിരുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവരെ നേർവഴിക്ക് നയിക്കാനുള്ള എന്തെങ്കിലും ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന നിലയിൽ ഫോർവേഡ് ബ്ലോക്കിന് ഒരു സാന്നിധ്യമാകാൻ, ഇടതുപക്ഷത്തൊരു സാന്നിധ്യമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് കഴിയാതെ പോയത്? രണ്ട് പാർട്ടാണ് ഈ ചോദ്യത്തിനകത്തുള്ളത്. ഒന്ന്, ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിക്കുന്നത് ഒരു ഇടതുപക്ഷ പാർട്ടിയായിട്ടാണ്. നമ്മുടെ രാജ്യത്ത് ഒരു തെറ്റായ ഒരു സങ്കല്പമുണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാണ് എന്ന്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അല്ല. കമ്മ്യൂണിസ്റ്റുകൾ കൂടി ചേരുന്നതാണ് ഇടതുപക്ഷം. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്, ഇടതുപക്ഷ മുഖമുദ്രയുള്ള വ്യക്തികളുണ്ട്, കർഷക തൊഴിലാളി ബഹുജന സമരങ്ങളുണ്ട്, ഭൂമിക്കും ജലത്തിനും പരിസ്ഥിതിക്കും വേണ്ടിയിട്ടുള്ള സമരം ചെയ്യുന്നവരുണ്ട്. പുരോഗമനപരമായി ചിന്തിക്കുന്ന ഈ എല്ലാ വിഭാഗങ്ങളെയും പൊതുവെ വിളിക്കേണ്ടുന്ന ഒരു പേരാണ് ഇടതുപക്ഷം എന്നുള്ളത്. സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്കിനെ വിഭാവന ചെയ്തത് വ്യവസ്ഥിതിക്കെതിരായി പോരാടുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ഇടതുപക്ഷമായി തന്നെയാണ്. അതിന് അദ്ദേഹം ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചിരുന്നു. ആ കാഴ്ചപ്പാട് ഞങ്ങളതിന് സുഭാഷിസം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്ന സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരാൾ സോഷ്യലിസ്റ്റ് ആകണമെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് ആകേണ്ട കാര്യമില്ല. പക്ഷേ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആകണമെങ്കിൽ അയാൾ സോഷ്യലിസ്റ്റ് ആകണം. കാരണം ഈ ഘട്ടം കഴിഞ്ഞിട്ടേ കമ്മ്യൂണിസത്തിലേക്ക് പോകാൻ കഴിയും. ഇന്ത്യ ഈ അവസാനത്തെ ഘട്ടത്തിലേക്ക് പോകാൻ പര്യാപ്തമായൊരു രാജ്യമല്ല, കമ്മ്യൂണിസത്തിലേക്ക് പോകാൻ കഴിയുന്ന രാജ്യമല്ല. കാരണം ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ആ ഒരു കള്ളിയിൽ നിൽക്കുന്നൊരു രാജ്യമല്ല ഇന്ത്യ. ഇവിടെ മതവിശ്വാസവും ദൈവവിശ്വാസവും വളരെ രൂഢമൂലമാണ്. പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്നവരാണ് ഇന്ത്യക്കാർ. ഇവിടെ ജലവും വായുവും അഗ്നിയും ആകാശവും എല്ലാം ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി നമ്മൾ കാണുകയാണ്. ചില വിശ്വാസങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാകുന്നില്ല എങ്കിൽ അതിനെ നിങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല. ഒരു സമൂഹത്തിൻ്റെ പുരോഗമനപരമായ മുന്നോട്ട് പോക്കിന് വിഘാതമായി നിൽക്കുന്നത് ഏതെങ്കിലും വിശ്വാസമാണെങ്കിൽ അതിനെ അന്ധവിശ്വാസമായി കാണുക. അതല്ലാതെയുള്ള ഏത് വിശ്വാസത്തെ നിങ്ങൾ എതിർക്കപ്പെടേണ്ടതല്ല. അതുകൊണ്ട് ഇത്തരം വിശ്വാസ പ്രമാണങ്ങളെ പാടെ നിരാകരിച്ചുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രജ്ഞനും ഇന്ത്യയിൽ വളരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് സോഷ്യലിസത്തിൽ ഉറച്ചു നിന്നത്. പക്ഷേ അതിന് അദ്ദേഹം വേറൊരു പേരിട്ടു, ഇന്ത്യൻ സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ ഉപാധികളെ നിങ്ങൾക്ക് കയറ്റുമതി ചെയ്യാനോ ഇറക്കുമതി ചെയ്യാനോ കഴിയില്ല. ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേക പരിസ്ഥിതിയും ആവശ്യവും ചരിത്രവും ഭൂമിശാസ്ത്രപരവുമായ കാരണങ്ങൾ കണക്കിലെടുത്ത് വേണം നിങ്ങൾ സോഷ്യലിസം നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ യു ആർ ബൗണ്ട് ടു ഫെയിൽ. അങ്ങനെ നടന്നിട്ടുമുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ ഇടതുഭരണമുണ്ട്. അത് ചൈനയാകട്ടെ, വിയറ്റ്നാം ആകട്ടെ, ലാവോസ് ആകട്ടെ, അല്ലെങ്കിൽ ക്യൂബയാകട്ടെ, ലാറ്റിൻ അമേരിക്കയിലെ എത്രയോ രാജ്യങ്ങൾ, അർജൻറ്റീനയാവട്ടെ, വെനിസ്വേലയാകട്ടെ, എത്രയോ രാജ്യങ്ങളുണ്ട്, ബൊളീവിയ. പക്ഷെ ഇവരൊന്നും ഈ പറഞ്ഞതുപോലെ ഈ കോപ്പി ബുക്ക് മാക്സിംസ് എന്ന് പറയുന്ന സോഷ്യലിസം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരോ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരോ അല്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം അതിന്. ലോകത്തെ എല്ലാ സാമ്രാജ്യത്വ ശക്തികളെയും എതിർത്ത് തോൽപ്പിച്ച ഏക രാജ്യം വിയറ്റ്നാമാണ്. വിയറ്റ്നാം അമേരിക്കയെ തോൽപ്പിച്ചിട്ടുണ്ട്, വിയറ്റ്നാം ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട്, വിയറ്റ്നാം ബെൽജിയത്തെ തോൽപ്പിച്ചിട്ടുണ്ട്, സ്പെയിനിനെ എല്ലാവരും ഏതാണ്ട് ജപ്പാൻ ഉൾപ്പെടെ തോൽപ്പിച്ചിട്ടുള്ള രാജ്യമാണ് വിയറ്റ്നാം. ഇന്നിപ്പോൾ നിങ്ങൾ വിയറ്റ്നാമിൽ ചെന്നാൽ ഈ പറഞ്ഞ മുഴുവൻ രാജ്യങ്ങളുടെയും കമ്പനികൾ ഇന്നവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വിയറ്റ്നാംകാരുടെ നിക്ഷേപം ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. കാലം മാറിയിരിക്കുന്നു. അപ്പം ആ പഴയ കൺസെപ്റ്റേ മാറി. ചൈന പറഞ്ഞു, 79 ചൈന പറഞ്ഞു, ചൈനീസ് സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഞങ്ങൾ മാർക്സോ എംഗൽസോ മാവോയോ പറഞ്ഞ ആ പൂർണ്ണമായ വഴിയിലൂടെ മാത്രമല്ല, ഞങ്ങൾക്ക് എന്താണോ ആവശ്യം ഞങ്ങൾ ആ മാർഗത്തിലൂടെ പോവുകയാണ്. ചൈനീസ് സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ്, ചൈനയുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചുള്ള സോഷ്യലിസം. സുഭാഷ് ചന്ദ്രബോസ് ഇത് 38 പറഞ്ഞു. ഇന്ത്യൻ സോഷ്യലിസം മസ്റ്റ് ബി ഇൻ ഇന്ത്യൻ വേ അണ്ടർ ഇന്ത്യൻ കണ്ടീഷൻസ്. ഈ ഒരു വലിയ കാഴ്ചപ്പാട് ഫോർവേഡ് ബ്ലോക്കിനുണ്ടായിരുന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു ഇടതു പാർട്ടി എന്ന നിലയിലും ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു പാർട്ടി എന്ന നിലയിലും ഇതവിടെ നിലനിൽക്കുന്നുള്ള തർക്കമില്ല. രണ്ടാമത് അങ്ങ് ചോദിച്ചൊരു ചോദ്യം പശ്ചിമ ബംഗാളിലെ ഇടതു മുന്നണിയുമായി ബന്ധപ്പെട്ടാണ്. പശ്ചിമ ബംഗാളിൽ ഇടതു മുന്നണിയുടെ ഭാഗമായി ഫോർവേഡ് ബ്ലോക്ക് അതിശക്തമായി മുന്നോട്ട് വരുന്നത് 70കളുടെ മധ്യത്തിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 75 അടിയന്തരാവസ്ഥയാണ്.
അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് പശ്ചിമ ബംഗാളിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കോൺഗ്രസിൻ്റെ ഭരണം. സത്യത്തിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുവാൻ ശ്രീമതി ഗാന്ധിയെ നിർബന്ധിച്ച പ്രധാനി കോൺഗ്രസിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റായിയാണ്. ആ പശ്ചിമ ബംഗാളിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടുകൂടി ഇടത് നേതാക്കന്മാരെയൊക്കെ ജയിലിലാക്കി. അന്ന് ജനാധിപത്യം പൂർണ്ണമായും ഏതാണ്ട് കശാപ്പ് ചെയ്തൊരവസ്ഥയാണ്. ആ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായ ഇടത് നേതാക്കന്മാർ പുറത്തു വരുന്നത് 77-ലാണ്. അന്ന് ഭരണപരമായ വലിയ പ്രാഗൽഭ്യമോ അനുഭവ സമ്പത്തോ ഒന്നുമില്ലാത്ത നേതാക്കന്മാരുമായിരുന്നു. അന്നത്തെ ആ 77-ലെ ആ ഇടതു മുന്നണി സംവിധാനം നിർത്താവുന്ന പരമാവധി സീറ്റുകളിൽ ആളെ നിർത്തി അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജയിച്ചു. ഫോർവേഡ് ബ്ലോക്ക് 35-36 സീറ്റുകൾ ജയിച്ചു ഇടതു മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷിയായി. അതൊരു കണ്ടിന്യൂസ് തുടർച്ചയായി 34 വർഷം അധികാരത്തിൽ തുടരുകയും ചെയ്തു. ഈ തുടങ്ങിയ സന്ദർഭത്തിൽ അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഭൂമി സമരമായിരുന്നു. മിച്ചഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യുക, ലാൻഡ് ടു ദ ടില്ലേഴ്സ്, കൃഷിഭൂമി കർഷകന്. അതൊരു വലിയ വിപ്ലവമായിട്ട് മാറി. നമ്മുടെ രാജ്യത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതുപോലെയല്ല ബംഗാളിൽ ഭൂപരിഷ്കരണം നടന്നത്. ബംഗാളിൽ ബലം പ്രയോഗിച്ച് ഭൂമി ഏറ്റെടുക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ തുടർച്ചയായി ഭരിച്ചു വന്നപ്പോൾ കൃഷി കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ഗവൺമെൻറ് കൃഷിയാണ് നമ്മുടെ അടിസ്ഥാനം, വ്യവസായമാണ് നമ്മുടെ ഭാവി എന്ന രീതിയിലേക്ക് മുദ്രാവാക്യം മാറ്റി. അപ്പോൾ വ്യവസായം എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായും പിന്നെ ഭൂമി ആവശ്യമായി വന്നു. ആ ഭൂമി ഏറ്റെടുക്കുവാൻ പിന്നീട് ശ്രമിച്ചത് തിരിച്ചടിയായി. സിംഗൂരിലും നന്ദിഗ്രാമിലും നമ്മൾ കണ്ടത് അതാണ്. നമ്മൾ തന്നെ ബലം പ്രയോഗിച്ച് ഭൂമി ഏറ്റെടുത്ത് കർഷകന് വിതരണം ചെയ്ത ഭൂമി വീണ്ടും നമ്മൾ ഇതേ കൊടി ഉപയോഗിച്ച് തന്നെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായി. അതത് പാടില്ലായിരുന്നു. കാരണം ആ സമയത്ത് ബംഗാളിലുണ്ടായിരുന്ന എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും ഒന്നിച്ചു എന്നുള്ളതാണ്. അന്നൊരു പക്ഷേ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സിംഗൂർ നന്ദിഗ്രാം സമരത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട പേരുകളിലൊന്ന്, മമതാ ബാനർജിയെ പിന്തുണച്ച പേരുകളൊന്ന് അന്നത്തെ നക്സൽ ബാരികളാണ്, അല്ലെങ്കിൽ തീവ്ര മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നവരാണ്. ഇന്നവരാരെങ്കിലും പേര് നമ്മൾ കേൾക്കുന്നുണ്ട്. സകല ഇടതുപക്ഷ വിരുദ്ധരും അന്ന് അവിടെ ഒന്നിച്ചു എന്നുള്ളതാണ്. പക്ഷേ 35 വർഷക്കാലത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിനെതിരായിട്ടുള്ളൊരു ജനവികാരം സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ആൻറ്റി ഇൻകംബൻസിയാണ്. ഒരിക്കൽ പോലും പശ്ചിമ ബംഗാളിലെ ഇടതു മുന്നണിക്ക് 50% വോട്ട് കിട്ടിയിട്ടില്ല. 50-ൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 50% അത് എപ്പോഴും പുറത്തുണ്ടായിരുന്നു. പക്ഷേ അത് ചിന്ന ഭിന്നവുമായിരുന്നു. പക്ഷേ ഈ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെല്ലാം കൂടി ഒന്നിച്ചപ്പോൾ ഭരണം അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. അത് ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ CPM-ൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ അപ്രമാദിത്വമുണ്ട്, അവർ നടത്തിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഘടകങ്ങളായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായി ഈ ഭൂമി ഏറ്റെടുക്കലുമായിരുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. 35 വർഷം അധികാരത്തിലിരുന്നൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു MLA-യോ ഒരു മന്ത്രിയോ ഇന്ന് വരെ അഴിമതിയുടെ പേരിൽ ജയിലിൽ പോയിട്ടില്ല. 5 വർഷം പോലും ഭരിക്കാത്ത നമ്മുടെ രാജ്യത്ത് എത്രയോ ഗവൺമെൻറ്റുകളിലെ മന്ത്രിമാരും MLA-മാരും ജയിലിലായിട്ടുണ്ട്. 35 വർഷം ഭരിച്ച CPM-ൻ്റെതാകട്ടെ ഫോർവേഡ് ബ്ലോക്കിൻ്റെതാകട്ടെ, ഫോർവേഡ് ബ്ലോക്കിന് അവിടെ 5 മന്ത്രിമാരുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഫോർവേഡ് ബ്ലോക്ക് കൈകാര്യം ചെയ്തിരുന്നു. കൃഷിയും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസും വ്യവസായവും വിദ്യാഭ്യാസവും ഒക്കെ ഫോർവേഡ് ബ്ലോക്ക് കൈകാര്യം ചെയ്ത വകുപ്പുകളാണ്. ഒരു MLA പോലും, ഒരു മന്ത്രി പോലും. ഞാൻ ഈ പാർട്ടിയിലേക്ക് 84-ൽ കടന്നു വരുന്ന സന്ദർഭത്തിൽ ഞാൻ കാണുന്നത് ഞങ്ങളുടെ മന്ത്രിമാരെയൊക്കെയാണ്. നമ്മളെക്കാളൊക്കെ സാധാരണക്കാരായ ആളുകൾ. ഇന്നും പശ്ചിമ ബംഗാളിൽ 20 വർഷം മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴി പോലുമില്ല. ആ സ്വാധീനമൊന്നും ഉപയോഗിക്കാത്ത സാധാരണക്കാരായ ആളുകളായിരുന്നു അവരൊക്കെ. അങ്ങനെയുള്ള ആ ഒരു ഗവൺമെൻറ് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഔട്ടായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തിരിച്ചു വരാനുള്ള സാധ്യത ബംഗാളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ചൂഷണം എത്രത്തോളം രൂക്ഷമാകുമോ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എത്രത്തോളം അവഗണിക്കപ്പെടുകയോ, അഴിമതി അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ച് ചിന്തിക്കാതെ മാർഗമില്ല. അതിന് നിങ്ങൾക്ക് അവിടെ ശക്തമായ സാന്നിധ്യമുള്ളൊരു ആൾട്ടർനേറ്റീവിനെ ജനം തേടി വരിക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അങ്ങ് പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ഇന്ത്യൻ സോഷ്യലിസം എന്നൊരു കൺസെപ്റ്റുണ്ട്. അതിൽ തന്നെയാണ് ഇപ്പോഴും ഫെഡറൽ ഫോർവേഡ് ബ്ലോക്ക് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സോഷ്യലിസം എന്ന നേതാജിയുടെ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ UDF-ലൂടെ കഴിയും എന്ന പ്രതീക്ഷ കൊണ്ടാണോ ഫോർവേഡ് ബ്ലോക്ക് UDF-ൽ അംഗത്വമെടുത്തത്? എന്തുകൊണ്ട് ബംഗാളിലെ നിങ്ങളുടെ പങ്കാളികളായ CPM-ഉം CPI-യും അതുപോലെ തന്നെ RSPയും ഒക്കെയുള്ള ഇടതുപക്ഷത്തിലേക്ക് പോകാതെ
അങ്ങ് ഈ യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു പൊളിറ്റിക്കൽ റീസൺ എന്താണ്? തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനകത്തുള്ള ഒരു പ്രശ്നം കൂടിയായിരുന്നു അത്. അതായത് ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 39 തന്നെ തുടങ്ങിയതാണ്. അബ്ദുൾ റഹ്മാൻ സാഹിബ് സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലായി. അബ്ദുൾ റഹ്മാൻ സാഹിബ് മരിക്കുന്നത് ഫോർവേഡ് ബ്ലോക്കിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കൂടിയാണ്. പിന്നീട് ഇത് പല നേതാക്കന്മാരും പല സംസ്ഥാനങ്ങളിലും പല നേതാക്കന്മാരും കൊണ്ട് കേരളത്തിലും അങ്ങനെ കൊണ്ട് നടന്നു. 83 മുതൽ സഖാവ് കൈപ്പുഴ വേലപ്പൻ നായരുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി ഇടതുമുന്നണിയുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാകുക എന്നുള്ളതായിരുന്നു. പക്ഷേ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണി അതിന് തയ്യാറായില്ല. ഫോർവേഡ് ബ്ലോക്ക് ഇടതുമുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മൾ അന്നത്തെ ആ ഒരു ശക്തി അനുസരിച്ച് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോയി അവർക്ക് വേണ്ടി പ്രസംഗിച്ചു. പക്ഷെ ഒരു ഘടകകക്ഷിയായി അംഗീകരിക്കാൻ കേരളത്തിൽ CPM തയ്യാറായില്ല. അപ്പം ആ ഒരു ഘട്ടത്തിൽ എത്ര കാലമാണ് അങ്ങനെ കേരളത്തിൽ ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയമാണുള്ളത്, 2 മുന്നണികളിലായി. ആ 2 മുന്നണികളിലല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ മുന്നണി നേടിപ്പോയേ മതിയാകൂ എന്നൊരവസ്ഥ വന്നു. ഏറ്റവും ഒടുവിൽ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഫോർവേഡ് ബ്ലോക്ക് ഇടതുമുന്നണിയുടെ ഭാഗമായി തന്നെ നിലനിന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഫോർവേഡ് ബ്ലോക്കിനെ സഹായിക്കാം, ഫോർവേഡ് ബ്ലോക്കിന് മുന്നണിയിൽ എടുക്കാമെന്നുള്ള ഉറപ്പ് അന്നത്തെ പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനും സഖാവ് പിണറായി വിജയനും വൈക്കം വിശ്വൻ ഇടതുപക്ഷ മുന്നണി കൺവീനറായിരുന്ന വൈക്കം വിശ്വൻ സഖാവ് നമുക്ക് തന്നതാണ്. പക്ഷേ ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. അങ്ങനെ വന്നപ്പോൾ രാഷ്ട്രീയമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയമായ വ്യത്യാസത്തിൻ്റെ അതിർവരമ്പ് വളരെ നേർത്തതാണ്. കേരളത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുന്നത് UDFും അവസരം കിട്ടുമ്പോൾ നടപ്പിലാക്കുന്നത് LDFുമാണ്. അത് കർഷക തൊഴിലാളി പെൻഷനാകട്ടെ, ക്ഷേമനിധി പെൻഷൻ, ഇതൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷാഭിമുഖ്യമുള്ള സംഘടനകളാണെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് എല്ലായ്പ്പോഴും ഐക്യമുന്നണി അധികാരത്തിൽ വന്നപ്പോഴാണ്. അതാണ് കേരളത്തിലെ ചരിത്രം. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വലിയ വ്യത്യാസമൊന്നും ഈ 2 മുന്നണികളിലും തമ്മിലില്ല. മാത്രവുമല്ല, ഇന്ന് കേരളത്തിലെ ഈ 2 മുന്നണികളിലും, ഇടതുമുന്നണിയിലും അതുപോലെ ഐക്യമുന്നണിയിലും, ഏറ്റവും കൂടുതൽ ഇടതു പാർട്ടികളുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയിലാണ്. ചുവപ്പ് കൊടിയുള്ള പാർട്ടികളുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയിലാണ്. ഇടതുമുന്നണിക്കകത്ത് CPMും CPIയും കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസിൻ്റെ 2-3 പാർട്ടികൾ, അതുപോലെ ജനതാദളിൻ്റെ 1-2 പാർട്ടികൾ, RJD, മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യമുള്ളൊരു പാർട്ടി, അങ്ങനെയാണ് ആ മുന്നണിയുടെ ഒരു ഘടന. ഇപ്പുറത്താണെങ്കിൽ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, CMB ഉണ്ട്, അങ്ങനെയുള്ള മറ്റിടത് പാർട്ടികൾ കൂടി ഇതിനകത്ത് അധികമായിട്ടുണ്ട്. ഇനി ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാസ്റ്റിക്കായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും 10-20 വർഷം കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെത്തിയാൽ 2 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ കണ്ടാൽ ഏത് മുന്നണിയാണ് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവിടെയും കോൺഗ്രസിൻ്റെ കൊടിയുണ്ട്, അവിടെയും കമ്മ്യൂണിസ്റ്റ് കൊടിയുണ്ട്, അവിടെയും കേരള കോൺഗ്രസ് കൊടിയുണ്ട്, അവിടെയും മുസ്ലിം ലീഗ് കൊടിയുണ്ട്, ഇപ്പുറത്തും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസം ഇതുമായിട്ടില്ല. ഇനി ഫോർവേഡ് ബ്ലോക്ക് ഈ മുന്നണിയുടെ ഭാഗമാകുന്നത് ഫസ്റ്റ് യു ഹാവ് ടു സർവൈവ്, നിലനിൽക്കുക എന്ന് പറയുന്നൊരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വരയ്ക്കാൻ കഴിയുന്നൊരു മതിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം നിലനിന്ന് കാണിക്കണം. അത് ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നേ പറ്റൂ. ആ ഒരു തിരിച്ചറിവിലാണ് UDFിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടായത് തന്നെ കോൺഗ്രസിൽ നിന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പോലെയൊരു പ്രസ്ഥാനത്തിന് വളരെ ലിബറലാണ് കാര്യങ്ങൾ സംസാരിക്കുന്ന നേതാക്കന്മാരെ അപ്രോച്ച് ചെയ്യുന്നതൊക്കെ വളരെ ലിബറലാണ്. ആ അർത്ഥത്തിൽ ഒരു കംഫർട്ട് സോണിലാണ് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.